ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഏത്തയ്ക്ക കൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി 3-4 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കരിന്തൊലി മാത്രം ഒന്ന് കളയണം, കട്ടിയുള്ള വശം മാത്രമേ മൊത്തത്തിൽ അങ്ങനെ ക്ലിയർ ചെയ്തെടുക്കണ്ട കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നന്നായിട്ട് ഒരു 2 നീറ്റി കഴുകി എടുക്കണം, ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി. ഇനി ഇതൊരു കുക്കറിലേക്ക് ആക്കിയിട്ട് ഇതിനേക്ക് കായ എന്തോരം എടുത്തേക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 സ്പൂണ് വെളിച്ചെണ്ണ ഈ കായയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ കറവഞ്ചവ മാറാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം വെക്കേണ്ട കാര്യമില്ല. കായ്ക്ക് ഒറ്റ വിസിലടിച്ചാൽ തന്നെ വെന്ത് കിട്ടും. പിന്നെ ഏത്തയ്ക്കായുടെ ഒരു രീതി അനുസരിച്ച് വേവ് കൂടിയതാണോ കുറഞ്ഞാണോ അനുസരിച്ച് അത് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഒത്തിരി കുഴഞ്ഞു പോയാലും മെഴുക്കുവരട്ടി കൊള്ളിയല്ലേ. ഇനി ഇതൊരു കുക്കറിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം. നമ്മളിപ്പോൾ അരപ്പ് മാത്രം ചേർത്ത് ഏത്തയ്ക്ക വേകാൻ വേണ്ടി വെച്ചാലേ ഉള്ളൂ. ഇനി ഇതിനുള്ള താളിപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ. ഇനി എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും ചേർത്ത ശേഷം കറിവേപ്പിലയും തേങ്ങയുടെ കൊത്തും ഒരു ശകലം മതി, തേങ്ങാക്കൊത്തും ഒരു സവോളയുടെ പകുതിയും കൂടി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. നമ്മൾ കറിവേപ്പില ഇടുമ്പം കുറച്ച് അധികം ഇട്ട് ഈ ഏത്തയ്ക്കായുടെ രുചിയും കറിവേപ്പിലയും കൂടെ നല്ല കോമ്പിനേഷൻ, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ, അതുകൊണ്ട് കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ തേങ്ങാക്കൊത്തും സവോളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു പകുതി മുക്കാൽ ഒന്ന് മൂപ്പ് കിട്ടി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് കുരുമുളക്, നമ്മൾ എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ചൊരു 1/4 സ്പൂൺ 1/2 സ്പൂൺ നമുക്ക് എന്തോരെയാണ് ആവശ്യം അതിനനുസരിച്ച് കുരുമുളകും കൂടെ പൊടിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കുരുമുളക് ഈ തേങ്ങായും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത ശേഷം ചേർത്ത് കൊടുത്താലും മതിയേ. ഇനിയിപ്പോൾ നമുക്കിതുപോലെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുരുമുളകിൻ്റെ ആ പച്ചമണവും കൂടെ മാറിയ ശേഷം നമുക്ക് വേവിക്കാൻ വെച്ചേക്കുന്ന കായ ഉണ്ടല്ലോ ഏത്തക്കായ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ. മോര് കാച്ചിയതിൻ്റെ രസത്തിൻ്റെയൊക്കെ കൂടെ നമുക്ക് നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ പരിചയപ്പെടാവേ.